ബാബരിക്ക് പിന്നാലെ ഗ്യാൻവാബി മസ്ജിദും വിട്ടുകൊടുക്കേണ്ടി വരുമോ? വാരാണസി കോടതി അനുമതി നൽകിയതിന് പിന്നാലെ ഇന്നലെ ഗ്യാൻവാബിയിൽ ആരാധന നടത്തിയ ഹൈന്ദവ വിഭാഗം ഗ്യാൻവാബി മസ്ജിദിന്റെ പേരും ഹിന്ദുത്വ സംഘടനകൾ മറച്ചു. മാത്രമല്ല, മസ്ജിദിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ബോർഡിൽ ഗ്യാൻവാബി ക്ഷേത്രം എന്നാക്കി സ്റ്റിക്കറും ഒട്ടിച്ചു. ഗ്യാൻവാബി മസ്ജിദ് എന്നായിരുന്നു സൂചനാ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഇതോടെ മസ്ജിദിന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി നൽകിയിരുന്നു. വാരാണസി ജില്ലാ കോടതിയാണ് അനുമതി നൽകിയത്. 7 ദിവസത്തിനകം ജില്ലാ ഭരണകൂടം ക്രമീകരണം ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഗ്യാൻവാബി പള്ളിയിലെ തെക്ക് ഭാഗത്തെ നിലവറയിൽ പൂജ നടത്താനാണ് അനുമതി. പള്ളിയുടെ നിലവറയിലേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് ബാരിക്കേഡുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു. പുരാവസ്തു ഗവേഷണ വിഭാഗത്തിന്റെ സർവേക്കായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്തിരിക്കുകയായിരുന്നു ഈ നിലവറ. ജില്ലാ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നായിരുന്നു അഞ്ജുമാൻ ഇൻതസാമിയ മസ്ജിദ് കമ്മിറ്റിയുടെ അഭിഭാഷകൻ അഖ്ലാഖ് അഹമ്മദിന്റെ പ്രതികരണം. ഹർജി തള്ളണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ അപേക്ഷയിൽ വാദം കേൾക്കുന്നത് ഫെബ്രുവരി 8 മാറ്റിയിട്ടുണ്ട്. ഗ്യാൻവാബിയിൽ പൂജ നടത്താൻ അനുമതി നൽകിയ ജഡ്ജിമാർക്ക് സ്വീകരണവും നൽകിയത് വൻ വിവാദമായിരുന്നു. മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഗ്യാൻവാബി പള്ളിയുടെ സ്ഥാനത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്ത് 17-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന കെട്ടിടം നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേവനാഗരി, തെലുങ്ക്, കന്നഡ, മറ്റ് ലിപികളിൽ എഴുത്തുകളുള്ള പുരാതന ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ലിഖിതങ്ങളിൽ ജനാർദ്ദനൻ, രുദ്രൻ, ഉമേശ്വരൻ എന്നിങ്ങനെ 3 പേരുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാബരിയുടെ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ നീതി നിഷേധത്തിന്റെ മുറിവുടങ്ങും മുൻപ് മറ്റൊരു മസ്ജിദ് കൂടി ഓർമ്മയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഗ്യാൻവാബിയിൽ പൂജ നടത്തുമ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിന് തുടക്കമാകുമോ എന്നും ആശങ്ക ഉയരുന്നു.